സാധാരണ ഒരാൾക്ക് ഒരു ശരാശരി ഒരു മനുഷ്യനോട് ഇപ്പോൾ പറയാണ് ഈ ബോൺ ഹെൽത്ത് അല്ലെങ്കിൽ മസിൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. Yeah. അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഏത് രീതിയിൽ മെച്ചപ്പെടുത്തിയാൽ നമുക്ക് നല്ലൊരു ബോൺ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റും? എന്ത് തരം ശീലമാണ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ച് വരേണ്ടത്? ഒന്ന് ഡയറ്റ്. അപ്പം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, കാൽഷ്യം റിച്ച് ഡയറ്റ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഓക്കെ, അത് വളരെ. പിന്നെ മൂന്നാമത്തേത് കാര്യം സൺഷൈൻ എക്സ്പോഷർ. അത്യാവശ്യം കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുന്നത് നല്ലതാണ്. ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെയ്തുകൂടാത്ത കാര്യങ്ങൾ നമ്മളുടെ പുവർ ഡയറ്റ്, ഫാസ്റ്റ് ഫുഡ്. കുട്ടികൾ കഴിക്കേണ്ട പ്രായത്തിൽ നല്ല ആഹാരം കൊടുക്കണം, നല്ല പ്രോട്ടീനും ഹൈ കാൽഷ്യം ഡയറ്റ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യങ്ങൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. എപ്പോഴും സിസ്റ്റത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഗെയിമിങ്ങിൻ്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുന്ന എത്രമാത്രം അതിന് ലോഡ് വരുന്നു അത്രമാത്രം അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അനാവശ്യമായിട്ടുള്ള ഇത് കോക്കും ഇത് പെപ്സിയും കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതുപോലെ എക്സസീവ് കോഫി, കഫീൻ. ഇപ്പൊ ഒരു ദിവസം ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പക്ഷെ സ്ഥിരം അതൊരു ഹാബിറ്റായിട്ട് ആക്കരുത്. ആൻഡ് എസ്പെഷ്യലി ഒരു ആഹാരത്തിൻ്റെ കൂടെ തന്നെ ഇത് കഴിക്കാതിരിക്കുന്നത് നല്ലത്.